ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെലസ്റ്റോമാസ് പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനുമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മെലസ്റ്റോമ പ്ലാന്റ് ഏതാണെന്നും അതിൻ്റെ വെറൈറ്റീസും. എൻ്റെ കയ്യിലുള്ളത് കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ്, പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ കളറായിട്ടുള്ള ഒരു വെറൈറ്റി. ഈ പ്ലാന്റിൻ്റെ ഒരു വൈറ്റ് കളർ വെറൈറ്റി കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഏറ്റവും മനോഹരമാക്കുന്ന, കളർഫുൾ ആക്കുന്ന ഇങ്ങനത്തെ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡനിങ്ങിനെ പറ്റിയുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ബിഗിനേഴ്സിന് കൂടുതൽ എളുപ്പത്തിൽ ഗാർഡനിങ്ങിനെ പറ്റി അറിയാൻ പറ്റിയ വീഡിയോസാണ് ഞാൻ അധികവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മെലസ്റ്റോമ പ്ലാന്റ് ഒരു സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. വർഷത്തിൽ 2 തവണയാണ്, 2 സീസണിലായിട്ടാണ് പൂക്കൾ ഉണ്ടാവാറ്, വിൻ്ററിലും സമ്മറിലും. വിൻ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒക്ടോബർ മുതൽ ജനുവരി വരെ ഉള്ള കാലത്തും, പിന്നെ അതിനുശേഷം മാർച്ച് ഏപ്രിൽ തൊട്ട് ഒരു ജൂൺ മഴ നന്നായി പിടിക്കുന്നവരെയും നന്നായിട്ട് പൂക്കളുണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ കുറേ നാൾ പൂക്കൾ ലഭിക്കും. പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും ആവശ്യമില്ല ഈ ചെടിക്ക്. അത്യാവശ്യം വേര് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചട്ടിയിലും അതുപോലെ തന്നെ നിലത്തും വളർത്താവുന്ന ഒരു ചെടിയാണ്. നിലത്ത് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയൊക്കെ പോലെ കുറച്ചൊരു ചെറിയൊരു മരം പോലെയൊക്കെ വളർന്നു വരും. നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓരോ പൂവും ഏകദേശം 3-4 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. മുട്ടുകൾ ഇടുമ്പോൾ ഒരുമിച്ച് കുറേ മുട്ടുകളും വരും. നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന NPK ആണ്. ഒന്നുകിൽ നമുക്ക് NPKയുടെ പൗഡർ വാങ്ങിയിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന NPK വളങ്ങൾ ഉപയോഗിക്കാം. സൺലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെയിൽ ആവശ്യമുണ്ട് ഈ ചെടി പൂത്തു നിൽക്കണമെങ്കിൽ. നമ്മൾ തണലത്ത് വെക്കുകയാണെങ്കിൽ പൂക്കളുടെ വലിപ്പവും അതുപോലെ നിറവും കുറച്ച് കുറവായിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന തരം മണ്ണാണ് അല്ലെങ്കിൽ പൊട്ടി മിക്സറാണ് ആവശ്യം. വെള്ളം കെട്ടിക്കിടക്കുന്നത് നന്നല്ല. മഴയത്തു നിന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചെടി, കാരണം നല്ലപോലെ സർവൈവ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. മഴക്കാലം വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റി പറയാം. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഇത്തരത്തിലുള്ള അതിൻ്റെ ഒരു ചെറിയ കമ്പാണ്. അത് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. പോട്ടിംഗ് മിക്സറായിട്ട് ഞാൻ യൂസ് ചെയ്യാറ് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ്. മണലുണ്ടെങ്കിൽ മണലും ചേർത്ത് കൊടുക്കാം. കൊക്കോപീറ്റിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പാത്രത്തിലെങ്ങാനും എടുത്ത് അതിലേക്ക് നമ്മൾ ആ ചെറിയ കമ്പ്, കട്ട് ചെയ്തിരിക്കുന്ന ചെറിയ കമ്പ് വെച്ച് കൊടുക്കുക. നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തണലത്ത് വെക്കുകയാണെങ്കിൽ വേര് പിടിച്ച് വരാൻ ഏകദേശം ഒരു 3 ആഴ്ച 4 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ സമയമെടുക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ വലിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റൂട്ടിംഗ് ഹോർമോണിനെ പറ്റിയും NPK വളത്തിനെ പറ്റിയൊക്കെ മുൻപുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക. ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെലസ്റ്റോമ ചെടികൾ വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.